ഒടുവിൽ നയനയുടെ സ്നേഹത്തിന് മുന്നിൽ മുട്ടുകുത്തുകയാണ് ദേവയാനി. നയനെ, നീ എന്താ ഇവിടെ ഇരിക്കുന്നേ? ഏയ് ഒന്നുമില്ല അമ്മ, ഞാൻ വെറുതെ കാറ്റുകൊള്ളാൻ വന്നതാ. അല്ല അമ്മ, ഞാൻ അടുക്കളയിലെ പണിയൊക്കെ തീർത്തിട്ടാ ഇവിടെ വന്നിരിക്കുന്നേ. അതിന് ഞാൻ അതൊന്നും ചോദിച്ചില്ലല്ലോ നയനെ. അല്ലമ്മ, ഞാൻ ഫുഡുണ്ടാക്കി. ഏയ് ഉരുണ്ട് കളിക്കണ്ട, എനിക്കറിയാം. ഞാൻ പണികളൊക്കെ തീർന്നു എന്ന് ചോദിക്കാൻ വന്നതാണെന്ന് കരുതിയല്ലേ? അല്ല അമ്മ, ഒരുപാടിട്ട് ഞാൻ നിന്നെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ടല്ലേ. ഈ വലിയ വീട്ടിലെ പണികളൊക്കെ ഞാൻ നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യിപ്പിച്ചു. എനിക്കതൊക്കെ മനസ്സിലായത് ഞാനും ജലജയും ഈ വീട്ടിലെ പണികളൊക്കെ എടുത്തപ്പോഴാ. സത്യം പറഞ്ഞ മീനാക്ഷിയെ ഞാനിവിടുന്ന് പറഞ്ഞു വിട്ടത് വലിയ തെറ്റായി പോയി. അയ്യോ, എനിക്കതൊരു ഭാരമായിട്ട് തോന്നിയിട്ടില്ല അമ്മേ. അമ്മേ, ഇവിടുത്തെ ജോലി മുഴുവൻ ചെയ്താലും ആരൊക്കെ എന്നെ വഴക്ക് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ അമ്മ എന്നെ വെറുക്കരുത്. നയനെ, നീ അതൊക്കെ വിട്. ഇപ്പോ ജാനകിക്ക് നിന്നോട് വലിയ ദേഷ്യമാണല്ലേ. നീ പോലും മനസ്സിൽ കാണാത്തൊരു സംഭവമാണ് ഇപ്പൊ അവിടെ ഉണ്ടായത്. ആ ഒരു കാര്യത്തിന് നീ കൂട്ടുനിന്നിട്ടുണ്ടാകുമെന്നാണ് ജാനകി ഇപ്പോഴും കരുതുന്നത്. അതൊക്കെ പതിയെ മാറിക്കോളും. ജലജയുടെ കാര്യം പിന്നെ നിനക്കറിയാലോ. അവൾക്കും അവളുടെ മകന്റെയും നാവിന് ലെവലില്ലാത്തതാ. അതുകൊണ്ട് അവര് പല പിച്ചും പേയും വിളിച്ചു പറയും. അതൊന്നും മോള് കാര്യാക്കണ്ട. ദേവയാനിയുടെ ഈ മാറ്റം നയനയിൽ ശരിക്കും അതിശയം ഉണ്ടാക്കിയിട്ടിട്ട് നയന മനസ്സിലിങ്ങനെ കരുതാണ്, ഈ അമ്മയ്ക്ക് ഇത് എന്തു പറ്റി പെട്ടെന്നൊരു മാറ്റം? ഇനി എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടാവോ? ഏയ്, ഇത്രയും അടുപ്പം കണ്ടിട്ട് അങ്ങനെയൊന്നുമില്ലെന്ന് തോന്നുന്നു. വിശ്വസിക്കാം. അതെ, പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. നീ അത് ഉള്ളിൽ വെക്കണ്ട. ഏയ് ഒന്നുമില്ല അമ്മ. എനിക്കറിയാം. എനിക്കിപ്പോ എന്താ ഇങ്ങനെ ഒരു മാറ്റം എന്നല്ലേ? അതിപ്പോ ഒന്നുമില്ല. എനിക്കൊരു മാറ്റം വേണമെന്നൊക്കെ തോന്നി എന്ന് കരുതി മൊത്തത്തിൽ നിന്നെ അംഗീകരിച്ചെന്നൊന്നും നീ കരുതണ്ട. എങ്കിലും നിനക്ക് കുറച്ച് പ്രാധാന്യം തരണമെന്ന് എനിക്ക് തോന്നി. ഒന്നില്ലെങ്കിൽ എന്റെ മകന്റെ എല്ലാ കാര്യങ്ങളും നീയല്ലേ നോക്കുന്നത്. ഇനി നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറയാം. നീ എങ്ങോട്ട് പോകുകയാണെങ്കിലും എന്നോട് അനുവാദം ചോദിച്ചിട്ട് വേണം പോകാൻ. പറയാതെ എങ്ങോട്ടും പോയേക്കരുത്. ഏയ് ഇല്ലമ്മ, ഈ സമയം നയനയുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓരോ ചിന്താഗതികൾ കടന്നു വരാട്ടോ. അമ്മയ്ക്കെന്ന് വയ്യാത്ത സമയത്ത് ഞാൻ നോക്കിയത് അമ്മയ്ക്ക് വല്ലാണ്ടങ്ങ് ഫീലായെന്ന് തോന്നുന്നു. എന്നിൽ എന്തൊക്കെയോ സത്യസന്ധതയുണ്ടെന്ന് അമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. അല്ലാണ്ട് ഇവിടെ വന്ന് സ്നേഹം ഇങ്ങനെയൊന്നും പ്രകടിപ്പിക്കില്ല. ആ സമയം അങ്ങോട്ടേക്ക് ആദർശ് വരുന്നുണ്ട്. അപ്പൊ ആദർശ് ചോദിക്കുന്നുണ്ട്, അല്ല അമ്മ എന്താ ഇവിടെ നിൽക്കുന്നേ? അതെന്താ, എനിക്കിവിടെ നിന്നൂടെ? അല്ല, ഞാൻ നിങ്ങളെവിടെ കണ്ടതുകൊണ്ട് ചോദിച്ചതാ. ഓഹോ, എനിക്കെന്താ ഇവളോട് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമൊന്നുമില്ലേ? നിന്റെ ഭാര്യയായിട്ടാണോ? എന്റെ അമ്മേ, ഞാൻ വെറുതെ ചോദിച്ചതാ. ഞാൻ നിന്നെ കാണാൻ വന്നതാ. ഓഫീസ് ടൈം ആയിട്ടും നീ ഇറങ്ങി വന്നത് കണ്ടില്ല. അത് പിന്നമ്മ, എനിക്ക് വെച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാണ്ടായിരുന്നു. അപ്പോഴേക്കും ഫ്രഷ് ആവാൻ ലേറ്റായി. ആ നയനെ, എല്ലാം എടുത്തു വെച്ചിട്ടില്ലേ? ഞാനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കഴിച്ചാൽ മതി. ഇത് കേട്ടപ്പോ ദേവയാനി ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, ശരിക്കും ഇവള് എനിക്ക് കിട്ടിയ ഭാഗ്യമാ. അത് ഇത്രയും നാളും ഞാൻ കാണാതെ പോകുമായിരുന്നു എന്ന്. അങ്ങനെ നയന ആദർശിനുള്ള ടിഫിൻ എടുത്തു വെക്കാൻ പോകുന്നുണ്ട്. ഈ സമയം ആദർശിനോട് അമ്മ പറയുന്നുണ്ട്, ആദർശേ, നിനക്ക് നേരത്തെ ഫുഡ് കിട്ടിയിട്ടില്ലെന്നുണ്ടെങ്കിൽ പുറത്ത് ക്യാൻറ്റീന്ന് കഴിച്ചാൽ പോരെ? അത് അമ്മ, അവളുണ്ടാക്കുന്ന ഫുഡിന്റെ അത്ര ടേസ്റ്റ് അവിടുത്തെ ഒരു ഫുഡിനും ഇല്ല. ഓ അങ്ങനെയാണോ? അങ്ങനെ ഒരു സംഭവം ഒളിഞ്ഞിരിക്കുന്ന കാര്യം എനിക്കറിയില്ല. ആ പിന്നെ, അവൾക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചെയ്തു കൊടുക്കണം. അവൾക്ക് പൈസ വല്ലതും വേണമെങ്കിൽ അക്കൗണ്ടിലേക്ക് ഇട്ടു കൊടുത്താൽ മതി. അമ്മ ഇപ്പം എന്താ ഇങ്ങനെയൊക്കെ പറയാൻ? ഏയ് ഒന്നുമില്ല. നമ്മള് എന്നാലും അവളെ അംഗീകരിച്ചല്ലേ പറ്റൂ. അതും പറഞ്ഞ് ദേവയാനി അവിടുന്ന് പോവാണ്. എന്നാ അമ്മയ്ക്ക് വന്ന ഈ മാറ്റം കണ്ടിട്ട് ഞെട്ടി നിൽക്കാണ് ആദർശ്. ഇതിപ്പോ എന്താ അമ്മയ്ക്ക് ഇങ്ങനെയൊരു മാറ്റം? ഇവൾ എന്തോ പറഞ്ഞ് ചാക്കിലാക്കിയിട്ടുണ്ട് അമ്മയെ. എന്തായാലും വാക്കുകളിലൂടെ മനുഷ്യനെ അടുപ്പിക്കാൻ അവള് കഴിഞ്ഞിട്ടേ ബാക്കി ആരുള്ളൂ. അപ്പോൾ അടുത്ത എപ്പിസോഡിനായിട്ട് കമന്റ് ബോക്സിൽ മെസ്സേജ് അയച്ചറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തിരിക്കുക. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും അതുകൂടി കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബൈ ഗൈസ്.